ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് നടപ്പാക്കുന്ന സംഘമാണ് ഏത് പേരിൽ, ഏത് മതത്തിൽ, ഏത് പാർട്ടിയിൽ, ഏത് രാജ്യത്ത്, എവിടെയാണെങ്കിലും സർവ ഭീകരവാദികൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നമ്മൾ ഓർക്കണം, വ്യഭിചാരത്തെക്കാൾ, മദ്യപാനത്തെക്കാൾ, വഞ്ചനയേക്കാൾ, കളവ് നടത്തുന്നതിനേക്കാൾ, അതിനേക്കാളൊക്കെ വലിയ തെറ്റ് ഭീകരതയാണ്. ഇത് നമ്മൾ വെറുതെ പറയുകയല്ല. പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണത് പറഞ്ഞത്, എത്ര സ്ഥലത്താണത് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ വെച്ച് മിമ്പറിന്റെ മേലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളികളിൽ വെച്ച് കേൾക്കുന്ന ഒരു ആയത്ത്, യഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു, നിങ്ങൾ ആ ഉപദേശം സ്വീകരിച്ച് ഉത്ബോധനം അംഗീകരിച്ച് ഉത്ബുദ്ധരാകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സൂക്തം പരിശുദ്ധ ഖുർആനിലെ സൂക്തം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചില രാഷ്ട്രീയ തീവ്രവാദികളുടെ ആജ്ഞപ്രകാരം ചില മുറിമൊല്ലമാർ മിമ്പറിൽ വെച്ച് ലാനത്ത് ചെയ്തിരുന്നു. ആ മുറിമൊല്ലമാർ രാഷ്ട്രീയത്തിനു വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ ലാനത്ത് ചെയ്ത വിവരമറിഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ അത് നിരോധിച്ചുകൊണ്ട് ഓർഡർ ചെയ്തതായിരുന്നു, നിങ്ങൾ ഒരായത്ത് മിമ്പറിൽ വെച്ച് പകരം ഓതണം. ആ ആയത്താണ് 1300ഓളം കൊല്ലമായി മുസ്ലിങ്ങളുടെ മിമ്പറിൽ മുഴങ്ങി കേൾക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇദുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു യഅ്മുറു ബിൽ അദ്ൽ, നീതി കൽപ്പിക്കുന്നു, നീതി കൊണ്ട് കൽപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ഏതെങ്കിലും ഒരു ഭീകരവാദി, ഏതെങ്കിലും ഒരു തീവ്രവാദികൾ ഒരു ശരിയായ ഭരണത്തിന് കീഴിൽ നിശ്ചയിക്കപ്പെട്ട കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ശരിയായ നിലക്ക് വിചാരണ ചെയ്ത് വിധി നടപ്പാക്കുന്ന ശരിയായ മാനുഷിക സ്വഭാവം, അല്ലെങ്കിൽ മതപരമായ സ്വഭാവം, അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തിന്റെയും ആ രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് അനുയോജ്യമായ സ്വഭാവം സ്വീകരിക്കുന്ന വല്ല തീവ്രവാദികളും ഈ ലോകത്തുണ്ടോ? വാസ്തവത്തിൽ ഓരോരുത്തരും നിയമം കയ്യിലെടുക്കുക എന്ന അനീതി, ആ അനീതി അല്ലാഹു വിരോധിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, എല്ലാവർക്കും നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു. നിങ്ങളൊക്കെ സംഘം ചേർന്നോ വ്യക്തിപരമായോ ബോംബ് നിർമ്മിച്ച് പൊട്ടിക്കണം എന്നല്ല. നിങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി അക്രമങ്ങൾ നടത്തണം എന്നല്ല. ആ അക്രമം നടത്തേണ്ടത് എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നല്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, നന്മ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബാ, ബന്ധുക്കൾക്ക്, അടുത്തവർക്ക് കൊടുക്കണം എന്ന് കൽപ്പിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗ്യി, ഏത് വഷളായ കാര്യങ്ങളെയും നിഷിദ്ധമായ വിഷയങ്ങളെയും ഏത് അക്രമങ്ങളെയും അല്ലാഹു വിരോധിക്കുന്നു. യഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ നിങ്ങളെ അല്ലാഹു ഉപദേശിക്കും. ഇത് ഓരോ വെള്ളിയാഴ്ചയും കേൾപ്പിക്കണമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓർഡർ ചെയ്തു. ഒരു മുസ്ലിമിന്റെയും മനസ്സിൽ ഒരിക്കലും അനീതി ചെയ്യാനുള്ള ഒരു ചിന്തയും വളരാൻ പാടില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പ്രത്യേകം പറയുന്നു, വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം, മനുഷ്യ സന്തതികളിലുള്ള രണ്ടാളുകൾ, ആ രണ്ട് മനുഷ്യ സന്തതികളുടെ ചരിത്രം നബിയെ തങ്ങൾ ഓതിക്കൊടുക്കുക. എന്തിന്? സമൂഹം പഠിക്കാൻ വേണ്ടി.
സംഭവം നീണ്ട സംഭവമാണ്. രണ്ടാളുകളും ഖുർബാന് നടത്തി. ഒരാളുടേത് അല്ലാഹ് സ്വീകരിച്ചു, ഒന്ന് സ്വീകരിച്ചില്ല. അസൂയയുടെ പേരിൽ ലഅഖ്തുലന്നക, നിന്നെ ഞാൻ വധിച്ചു കളയുമെന്ന് ഭീഷണി മുഴക്കി അക്കൂട്ടത്തിലെ ഭീകരൻ. ആ സമയത്ത് സമാധാന പ്രേമിയായ മറ്റൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മറുപടി ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, എനിക്ക് അല്ലാഹു സ്വീകരിച്ചു, അനുഗ്രഹം തന്നു, അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്, അവൻ മനസ്സ് അറിയുന്നവനാണ്, അവൻ മുത്തഖീങ്ങളുടേത് ഭക്തന്മാരുടേത് സ്വീകരിക്കും, നീ അതിനെ എന്നെ എന്തിനു വധിക്കണം? പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഭീകരവാദത്തെ ഞാൻ ഭീകരവാദം കൊണ്ട് നേരിടുകയില്ല, മറിച്ച് ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖ്തുലക്, നീ എന്നെ വധിക്കാൻ നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടിയാൽ ഞാൻ അങ്ങോട്ട് അതുപോലെ നിന്റെ ഭീകരാക്രമണത്തെ ഭീകരതയിലൂടെ നേരിടുന്ന ആളല്ല, ഞാൻ ഭക്തനാണ്. ഭക്തന്മാരിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ, മുത്തഖീകളിൽ നിന്നേ സ്വീകരിക്കൂ. ഒരു മുത്തഖിയുടെ സ്വഭാവം ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ്, നരകത്തിൽ നിന്ന് മോചനം മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീകളുടെ സ്വഭാവം ഭീകരത കൊണ്ട് നേരിടലല്ല. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക്, നിന്നെ പകരം കൊല്ലാൻ ഞാൻ എന്റെ കൈ അങ്ങോട്ട് നീട്ടുകയില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണ്. ആ അല്ലാഹു ആരാണെന്ന് നിനക്കറിയോ? റബ്ബൽ ആലമീൻ. ഇവിടെയുള്ള മുസ്ലിമിനെയും അമുസ്ലിമിനെയും, ഹൈന്ദവനെയും ക്രൈസ്തവനെയും, മതമുള്ളവനെയും മതമില്ലാത്തവനെയും, പാർട്ടിയുള്ളവനെയും പാർട്ടിയില്ലാത്തവനെയും, അതേ അക്രമം ചെയ്യുന്നവനെയും അക്രമിക്കപ്പെടുന്നവനെയും, സർവ മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവാണ് അല്ലാഹു തആല. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഞാൻ, ആ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഞാൻ, എന്റെ തൗഹീദിനെതിരാണ്, എന്റെ വിശ്വാസത്തിനെതിരാണ്, എന്റെ ആശയത്തിനെതിരാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുകയെന്നത് നീതി പുലർത്തിക്കൊണ്ടല്ലാതെ ഇവിടെ ജീവിതമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സഹോദരന്മാർ മനസ്സിലാക്കണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമത്തു തൗഹീദിന് രണ്ട് ഭാഗമാണ്. ഒന്ന്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്നാണ്. ആ അല്ലാഹുവിനെ സംബന്ധിച്ചൊരു മുസ്ലിം വിശ്വസിക്കുന്നത് ആ അല്ലാഹുവാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്, എല്ലാവർക്കും നൽകുന്നത്, ഏവർക്കും തടയാൻ അധികാരമുള്ളവൻ, ആർക്കും നൽകുന്നവൻ, ഏത് മതക്കാരനെയും പോറ്റി വളർത്തുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ അയൽപക്കത്തുള്ള ഹിന്ദു, എന്റെ അയൽപക്കത്തുള്ള ക്രിസ്ത്യാനി, എന്റെ അയൽപക്കത്തുള്ള മറ്റൊരാള്, അല്ലെങ്കിൽ എന്റെ രാജ്യത്തോ മറ്റു രാജ്യത്തോ ജീവിക്കുന്ന മറ്റൊരു മതക്കാരൻ, ആ മതക്കാരൻ എന്നെ സൃഷ്ടിച്ച പടച്ചവൻ അറിയാതെ വളരുന്നതല്ല.